ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ്സ് എന്താണെന്നുള്ള ഡെഫിനിഷനും പിന്നെ സെറ്റ്സിനെ കോമൺലി യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ടേംസ് ഇസഡ്, ഇന്റീജേഴ്സ് അങ്ങനെ ഓരോന്നിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏത് ലെറ്റർ ആണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് രണ്ട് മെത്തേഡ് ഉണ്ട് സെറ്റ്സില്, ഒന്ന് റോസ്റ്റർ ഫോം എന്നും ഒന്ന് സെറ്റ് ബിൽഡർ ഫോം എന്നും പറഞ്ഞു. അതിന്റെ റോസ്റ്റർ ഫോം നമ്മൾ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്തു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് എന്താണ് റോസ്റ്റർ ഫോമിന്റെ കൂടുതൽ പ്രോബ്ലംസിലോട്ട് പോകാമെന്ന് പറഞ്ഞു. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. First question, A is equal to X such that ഇത് രണ്ട് ഡോട്ടിനെ അങ്ങനെയാണ് വായിക്കുന്നത്. X such that X is an integer and -3 less than or equal to X less than or equal to less than 7. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് X such that X എന്ന് പറയുന്നത് നമ്മുടെ ആ സെറ്റിലെ ഓരോ എലമെന്റ്സിനെയും സെപ്പറേറ്റ് പറയുന്നതിന് പകരം കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു ടേം ആണ് X. X such that X is an integer. X എന്തുവാണ്? ഇന്റീജർ ആണെന്ന് പറയുന്നു. ആൻഡ് ഏതാണ് ഡിജിറ്റ് പറയുന്നത്? ഇന്റീജർ ഏത് മുതൽ ഏതുവരെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ലാസ്റ്റ് ടൈം ഏതെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇവരിന് കണ്ടീഷൻ പറയുന്നുണ്ട് -3 less than or equal to X less than 7. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തുവാണ് പറഞ്ഞത്? റോസ്റ്റർ ഫോം ആകുമ്പോ ഒരു പേര് കൊടുക്കണം. പേര് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. എന്തുവാണ്? A equal to പേര് കൊടുത്തു, ബ്രാക്കറ്റ് ഇട്ടു, X such that X is an integer. ഓക്കെ, ഏത് മുതലാണ്? -3 less than or equal to X less than 7. അപ്പൊ ഈ X എന്ന് പറയുന്നത് ഏത് നമ്പേഴ്സിനിടയ്ക്കാണ്? -3 ഇൻക്ലൂഡ് ആവും, കാരണം ലെസ് ദാൻ or equal to പറയുന്നുണ്ട് -3 എടുക്കണം. പിന്നെ എന്താണ് വരുന്നത്? -3 കഴിഞ്ഞാൽ -2 -1 1 0 1 2 okay minus 1 0 1 2 3 4 5 6 7 എടുക്കില്ല, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് 7 എടുക്കില്ല. അപ്പൊ ഏത് മുതലാണ്? X such that ഒരു ലൈനിൽ എഴുതാനുള്ള ആൻസറേ ഉള്ളൂ. അപ്പോ X such that X is an integer and -3 less than or equal to X less than 7 എന്ന് പറയുമ്പോ പേര് കൊടുക്കുക, സെറ്റ് ഇടുക. അത് കഴിഞ്ഞിട്ട് -3 7 ഇടയ്ക്ക് -3 വരും. -3 എടുക്കാനുള്ള കാരണം ലെസ് ദാൻ or equal to പറയുന്നുണ്ട്. -3 -2 -1 0 1 2 3 4 5 6 7 എടുത്തില്ല, കാരണം ഈക്വൽ ടു പറഞ്ഞിട്ടില്ല. ഇത്രേ ഉള്ളൂ ഇതിന്റെ ആൻസർ. ഒറ്റ ലൈൻസിൽ എഴുതാനുള്ള ഒരു ആൻസറേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് B is equal to X such that X is a natural number. X is a natural number എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത് സെറ്റ് അല്ല. പക്ഷെ അതിലും ലിമിറ്റ് പറയുന്നുണ്ട്. ലെസ് ദാൻ 6 നാച്ചുറൽ നമ്പർ ആയിരിക്കണം, ലെസ് ദാൻ 6. അപ്പൊ പേര് എഴുതി, സെറ്റിന്റെ സിമ്പൽ ഇട്ടു. എന്താണ്? ലെസ് ദാൻ 6 താഴെയുള്ള നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്? 1 2 3 4 5 6 എടുക്കില്ല, കാരണം ലെസ് ദാൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ലെസ് ദാൻ ഒരു ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ 6 എടുത്തേനെ. ലെസ് ദാൻ എന്ന് പറയുമ്പോ എന്തുവാണ്? 6 എടുക്കില്ല. ഇതാണ് സെക്കൻഡ് വണ്ണിന്റെ ആൻസർ. X is a natural number less than 6. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 1 2 3 4 ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ 6 തൊട്ട് താഴെ വരെ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. C X such that X is a 2-digit natural number. 2-digit natural number എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാച്ചുറൽ നമ്പർ 2 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 10 മുതൽ ഏതുവരെ? 99 വരെയും 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ ആണ്. ഇപ്പൊ 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ഈ കണ്ടീഷൻ നോക്കുക. The sum of its digit is 8. Sum of its digit is 8 എന്ന് പറയുമ്പോ 1 1 എഴുതുന്നു. ഇത് തമ്മിൽ ആഡ് ചെയ്യപ്പോ, അതായത് ഈ 1 1 ആഡ് ചെയ്യപ്പോ എന്തുവാണ്? 2 ആണ് ഇവിടെ കിട്ടുന്നത്. നമുക്കിവിടെ വേണ്ടത് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8 എന്നാണ് വേണ്ടത്. അപ്പൊ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് എന്തുവാണ്? 8. അങ്ങനെയുള്ള 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ എടുക്കാനാണ് പറയുന്നത്. ഞാൻ വളരെ നമ്പേഴ്സ് ആയിട്ട് എടുക്കാം. നമുക്ക് 10 11 വരെയുള്ള 12 13 അങ്ങനെ പറഞ്ഞു നോക്കാം. അതിന്റെ സം എടുക്കപ്പോ എന്ത് വരണം? നമുക്ക് 8 വരണം. 8 വരണമെങ്കിൽ ഫസ്റ്റ് നമുക്ക്
17 എടുക്കാം. 1ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പോ എന്തുവാണ് 8 വരും. 1ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പോ 8 വരും. അല്ലാതെ അതിന് മുന്നേ ഒരു നമ്പറും ഇല്ല. 16 ആണെങ്കിൽ 1ഉം 6ഉം കൂടി ആഡ് ചെയ്യുമ്പോ എന്തുവാണ് 7 വരുള്ളൂ. 17 ആകുമ്പോ 1ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പോ എന്തുവാണ് 8 സം വരും. ഇതിന് 20 to 30 ഏതെങ്കിലും 8 സം വരുന്നത് നോക്കാം. 8 സം വരുന്നത് 2ഉം 20 മുതൽ 30 വരെ നോക്കാം. 20, 21, 22, 23, 24, 25 അങ്ങനെ എണ്ണി നോക്കാം. 26 എടുത്ത് നോക്കിയാൽ 2ഉം 6ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും 8 വരും. അങ്ങനെ വേണം 2 ഡിജിറ്റിന് അപ്പുറം നോക്കേണ്ടത്. 10 to എന്തുവാണ് 20 വരെ ഒരു നമ്പർ, 20 മുതൽ 30 വരെ ഒരു നമ്പർ കിട്ടി. ഇനി 30 മുതൽ 40 വരെ നോക്കാം. ഏതെങ്കിലും നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 8 വരുന്നുണ്ടോ. അപ്പൊ നമുക്ക് 10 മുതൽ 20 വരെ എന്തോ 17 വന്നു. വേറെ ഒരു നമ്പർ എന്തുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 8 വരുന്നില്ല. 1ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 8 വരുന്നു. വേറെ ഒരു നമ്പറിൽ 8 വരുന്നില്ല. ഇനി 2ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ എന്തുവാണ് 8 വരുന്നു. ഇനി അത് കഴിഞ്ഞ് 30 മുതൽ 40 വരെ നിങ്ങൾ നോക്കണം. 30, 31, 32, 33, 34 നോക്കാം. 35 നോക്കാം. 35 കണ്ടോ 3ഉം 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തുവാണ് 8 വരും. 35, 36 ഒക്കെ ആകുമ്പോൾ എന്തുവാണ് ഞാൻ അങ്ങനെ സമ്മ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വേണ്ട സമ്മ് എന്തുവാ 8 ആണ്. ഇനി 40ക്കും 50ക്കും ഇടയ്ക്ക് ഏത് നമ്പർ ഉണ്ടെന്ന് നോക്കാം. 40ക്കും 50ക്കും ഇടയ്ക്ക് എന്തുവാണ് 44 ഉണ്ട്. 44 രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്തുവാണ് 8 വരും. അടുത്ത് 50യും 60യും ഇടയ്ക്ക് ഏതെങ്കിലും നമ്പർ ഉണ്ടെന്ന് നോക്കാം. 51, 52, 53, 54 അങ്ങനെ നോക്കാം. അപ്പൊ 53 എടുക്കപ്പോ 5ഉം 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തുവാണ് 8 വരും. അടുത്ത് നെക്സ്റ്റ് എന്തുവാണ് 60ക്കും 70ക്കും ഇടയ്ക്കാണ്. 60ക്കും 70ക്കും ഇടയ്ക്ക് എന്തുവാണ് 62, 6ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തുവാണ് 8 വരും. നെക്സ്റ്റ് ഇനി വരുന്നത് 70യും 8ക്കും ഇടയ്ക്ക് 7ഉം 1ഉം 71 ആഡ് ചെയ്യുമ്പോൾ 7ഉം 1ഉം കൂടി എന്തുവാണ് 8 വരും. അടുത്ത് 8 ആഡ് ചെയ്ത് വയ്ക്കും. 8ഉം 0ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 8 വരും. ഓക്കെ, ഇനി 81, 82 ഒക്കെ ആഡ് ചെയ്യുമ്പോൾ എന്തുവാണ് ഒരിക്കലും 8 സമ്മ് വരാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ മാക്സിമം ഏത് വരെ വരുള്ളൂ 8 വരെ വരുള്ളൂ. അപ്പൊ എന്തുവാണ് 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. എന്തുവാണ് ഈ നമ്പേഴ്സിന്റെ സം എടുത്തപ്പോ എന്ത് വരണം 8 വരണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മുതലാണ്. 10, 11 അങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കുമ്പോ നമുക്ക് അറിയാം എന്തുവാണ് 17 വരും. 1ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തുവാണ് 8 വരും. അവര് പറയുന്ന കണ്ടീഷൻ ഓക്കെ. അത് കഴിഞ്ഞ് 20ക്കും 30ക്കും ഇടയ്ക്ക് ഒരു നമ്പറേ അങ്ങനെ വരുള്ളൂ. ഏതാണ് 26, 2ഉം 6ഉം കൂടി ചെയ്യും. അത് 30ക്കും 40ക്കും ഇടയ്ക്ക് ഒരു നമ്പർ 35. 40ക്കും 50ക്കും ഇടയ്ക്ക് ഏതാണ് 44. അടുത്ത 50ക്കും 60ക്കും ഇടയ്ക്ക് 53 ആഡ് ചെയ്യുമ്പോൾ എന്തുവാണ് 8 വരും. അടുത്ത 60ക്കും 70ക്കും ഇടയ്ക്ക് എന്തുവാണ് 62. നെക്സ്റ്റ് 70ക്കും 80ക്കും ഇടയ്ക്ക് 71. ഇനി 80 എടുത്തു കഴിഞ്ഞാൽ 8ഉം 0ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 8 വരും. അപ്പൊ ആ കണ്ടീഷൻ എല്ലാ നമ്പേഴ്സും ഫോളോ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. D. Fourth one, D is equal to X such that X is a prime number which is divisor of 16. എന്തുവാണ് X such that നമ്മൾ സെറ്റിന്റെ സിമ്പിൾ ഇട്ട് വരിക. X എന്ന് പറയുന്ന ഓരോ എലമെന്റ്സും എന്തായിരിക്കും 6 പ്രൈം നമ്പർ ആയിരിക്കും. പക്ഷെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്തുവാണ് ഡിവൈസർ ഓഫ് 16. 60യെ ഡിവൈഡ് ചെയ്യാനും പറ്റണം. അപ്പൊ പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിൽ നിന്നാണ് 2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 2 എന്താണ് 60യുടെ ഡിവൈസർ ആണോ എന്ന് നോക്കാം. അപ്പൊ ഓരോ പ്രൈം നമ്പർ എടുക്കുക, അതെന്തിലായിരിക്കണം 60യുടെ ഡിവൈസർ ആയിരിക്കണം. അപ്പൊ X is a prime number which is എന്തുവാണ് ഡിവൈസർ ഓഫ് 60. 60യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പേഴ്സ് മാത്രമേ എടുക്കാവൂ. അല്ലാതെ 60യുടെ ഡിവൈസർ ആയ നമ്പേഴ്സ് അല്ല ചോദിച്ചിരിക്കുന്നത്. പ്രൈം നമ്പേഴ്സ് ഡിവൈസർ ആയ പ്രൈം നമ്പേഴ്സ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 60യുടെ ഡിവൈഡ് ആണെന്ന് നോക്കാം. ആണ്, നമുക്കറിയാം 60യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുവാണ് 30 വരും. അടുത്ത് സെക്കൻഡ് പ്രൈം നമ്പർ എന്തുവാണ് 3 ആണ്. 3യെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ 60യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമ്പോ അത് പോകും. കറക്റ്റ് ആയിട്ട് ഡിവൈസർ ആണ്. ഇനി 4 ആണ് നെക്സ്റ്റ് നമ്മുടെ നമ്പർ. പക്ഷെ 4 എന്തല്ല പ്രൈം നമ്പർ അല്ല. ഓക്കെ, 4 60യുടെ ഡിവൈസർ ആണ്, പക്ഷെ എന്തല്ല പ്രൈം നമ്പർ അല്ല. 60യെ 4 ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ
അത് 4 എന്തല്ല പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പർ ആണ്. 4 എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് അടുത്ത് എന്തുവാണ്? 5 എടുക്കാം. 5 എടുത്തപ്പോ 60 ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതെന്തുവാണ്? പ്രൈം നമ്പറുമാണ്. ഓക്കെ. നെക്സ്റ്റ് 6 എടുക്കുന്നു വയ്ക്കാം. 6 എടുത്തു കഴിഞ്ഞാൽ ഡിവൈസറോ 60 ആണ്, പക്ഷെ എന്തല്ല പ്രൈം നമ്പർ അല്ല. നെക്സ്റ്റ് 7 ഡിവൈസർ അല്ല. 8, 9, 10 ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്തല്ല പ്രൈം അല്ല, ഡിവൈസർ ആണ്, പ്രൈം അല്ല. നമുക്ക് എന്തുവാണ്? പ്രൈമും ആയിരിക്കണം ഡിവൈസറും ആയിരിക്കും. 11 പോകത്തില്ല. 12 പോവും, പക്ഷെ എന്തുവാണ്? ഡിവൈസർ ആണ്, പ്രൈം നമ്പർ അല്ല. അടുത്ത് 12 കഴിഞ്ഞാൽ 13, 14 അങ്ങനെ ഓരോ നമ്പറും നോക്കും. 15 പോവും, പക്ഷെ പ്രൈം നമ്പർ അല്ല. 16 അങ്ങനെ ഓരോ നമ്പറും നോക്കും. അപ്പൊ ഇനി ഒരു നമ്പറും എന്തല്ല, നമുക്ക് പ്രൈം ആയിട്ടുള്ള ഡിവൈസർ ആയിട്ടുള്ള നമ്പേഴ്സ് ഒന്നും ഇല്ല. 60 ലാസ്റ്റ് 60 വരെ എടുക്കാം. 60 എന്തുവാണ്? ഡിവൈസർ ആണ്. 15 ഡിവൈസർ ആണ്. 13 അതെല്ലാം ഡിവൈസർ ആണ്, പക്ഷെ അതൊന്നും എന്തല്ല പ്രൈം നമ്പർ അല്ല. അപ്പൊ ആകെ എത്ര നമ്പറേ ഉള്ളൂ? 3 നമ്പറേ ഉള്ളൂ. എന്തുവാണ്? അപ്പൊ കണ്ടീഷൻ നിങ്ങൾ നോക്കാം. ഡി എന്ന് പറഞ്ഞ എക്സ് ഇസ് എ പ്രൈം നമ്പർ വിച്ച് ഇസ് ഡിവൈസർ ഓഫ് 60. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആയിരിക്കണം, ഡിവൈസർ ഓഫ് 60 ആയിരിക്കണം. അപ്പൊ ഒരു പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാൽ എന്തുവാണ്? 60 ഡിവൈസർ ആണോ എന്ന് നോക്കുക. അപ്പോൾ 60 ഡിവൈസർ ആയ എല്ലാ നമ്പേഴ്സും എഴുതാൻ പറ്റില്ല, അതിൽ പ്രൈം മാത്രം. 2 എടുക്കുന്നു, 60 ഡിവൈസർ ആണ്, 2 എന്തുവാണ്? പ്രൈമുമാണ്. ഓക്കെ, അതെടുക്കാം. 3 എടുക്കുന്നു, ഡിവൈസർ ഓഫ് 60 ആണ്, പ്രൈമുമാണ്. നെക്സ്റ്റ് 5 എടുക്കുന്നു, ഡിവൈസർ ആണ്, എന്തുവാണ്? പ്രൈമുമാണ്. ഇനി ബാക്കി ഡിവൈസർ ഒരുപാടുണ്ട്. 6 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്, 15 ഉണ്ട്, 16 തന്നെ ഡിവൈസർ ഉണ്ട്, പക്ഷെ എന്തല്ല അതൊന്നും പ്രൈം അല്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് ആൻസർ? ഡി ഈസ് ഈക്വൽ ടു സെറ്റ് 2, 3, 5 ഇതാണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th വൺ. E is equal to the set of all letters in the word trigonometry. ട്രിഗണോമെട്രി എന്ന വേർഡിന്റെ എല്ലാ ലെറ്റേഴ്സിനെയും സെറ്റ്സ് ആക്കി എഴുതുക. സെറ്റ്സ് ആക്കി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വേർഡ് തന്നിട്ട് നമ്മൾ സെറ്റ് ആക്കി എഴുതുമ്പോൾ ഒരിക്കലും സെറ്റിനകത്ത് റെപ്പറ്റീഷൻ പാടില്ല. അതായത് സെയിം നമ്പേഴ്സ്. ഇപ്പൊ I 2 ഉണ്ടെങ്കിൽ 1 എഴുതാവൂ, G 2 ഉണ്ടെങ്കിൽ എന്തുവാണ്? 1 എഴുതാവൂ. അപ്പൊ റെപ്പറ്റീഷൻ പാടില്ല. എന്താണ്? ഓരോ ടേമും മാത്രമേ പാടുള്ളൂ. ഞാൻ പേര് നോക്കുന്ന സെറ്റിന്റെ സിംബൽ ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗണോമെട്രി നമുക്ക് എഴുതാം. ശ്രദ്ധിക്കേണ്ടത് ട്രിഗണോമെട്രി എന്നങ്ങ് എഴുതരുത്, ഓരോ നമ്പേഴ്സ് നമ്പേഴ്സ് എഴുതിയപ്പോ അങ്ങനെയല്ലേ നമ്മൾ കോമ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു, അതേപോലെ തന്നെയാണ് ലെറ്റേഴ്സ് എഴുതുന്നത്. ടി കോമ, നെക്സ്റ്റ് ലെറ്റർ ആർ കോമ, ഐ കോമ, ജി ഓ, നെക്സ്റ്റ് എൻ, നെക്സ്റ്റ് കിടക്കുന്നത് ഓ ആണ്. ആ ഓ എഴുതേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു ഓ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സെറ്റിനകത്ത് എന്ത് പാടില്ല? റെപ്പറ്റീഷൻ പാടില്ല. അപ്പൊ ആ ഓ എഴുതണ്ട. നെക്സ്റ്റ് കിടക്കുന്നത് എന്താണ്? എം. അത് കഴിഞ്ഞ് ഇ, ടി കിടപ്പുണ്ട്. ടി നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എഴുതി, അപ്പൊ എന്തുവാണ്? അത് എഴുതണ്ട. നെക്സ്റ്റ് ആറ് കിടക്കുന്നു, അതും നമ്മൾ ഒരു തവണ എഴുതണ്ട. എന്ത് എഴുതിയാൽ മതി? ബൈ എഴുതിയാൽ. ഇപ്പൊ വേർഡ് തന്നിട്ട് സെറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് എന്തുവാണ്? നമ്പേഴ്സിനെ പോലെ എന്തുവാണ്? കോമ വെച്ച് സെപ്പറേറ്റ്, കോമ സെപ്പറേറ്റ് തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെറ്റിനകത്ത് റെപ്പറ്റീഷൻ പാടില്ല. അതുകൊണ്ട് സെയിം ലെറ്റേഴ്സ് വരുവാണെങ്കിൽ അത് ഒരു തവണ എഴുതിയാൽ മതി. ടി ഒരു തവണ എഴുതിയാൽ മതി. ആർ, ഐ, ജി, ഒ, എൻ ഇവിടെ വരെ എന്തുവാണ്? റെപ്പറ്റീഷൻ ഒന്നുമില്ല. അപ്പൊ സിംഗിൾ ടേംസ് ആയിട്ട് നമ്മൾ എഴുതി. നെക്സ്റ്റ് വരുന്ന ഓ എന്തുവാണ്? റെപ്പറ്റീഷൻ ആണ്. ഓൾറെഡി ഒരു ഓ നേരത്തെ എഴുതിയിട്ടുണ്ട്, അപ്പൊ ഒരു ഓ എഴുതിയാൽ മതി. നെക്സ്റ്റ് എം, ഇ, ടി റെപ്പറ്റീഷൻ ആണ്, നേരത്തെ എഴുതി. ആർ നേരത്തെ എഴുതിയിട്ടുണ്ട്, അത് രണ്ടും പിന്നെ എഴുതാമ. നെക്സ്റ്റ് വൈ മാത്രം. അപ്പൊ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക എന്തുവാണ്? റെപ്പറ്റീഷൻ പാടില്ല. ഓക്കെ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഇസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്നതാണ്. ഇൻ ദ വേർഡ് വെക്ടർ. വെക്ടർ എന്ന വേർഡില് എല്ലാ എലമെന്റ്സിനും സെറ്റിൽ എഴുതുക. എന്ത് പാടില്ല? നമുക്കറിയാലോ, റെപ്പറ്റീഷൻ പാടില്ല. അപ്പൊ ആദ്യം ഡി കോമ ഇ എഴുതുന്നു. ടി ടി ആണ്, ഒരു ടി മതി.
നെക്സ്റ്റ് T3 കഴിഞ്ഞ് കഴിഞ്ഞാൽ E ആണ്. ഈ ഓൾറെഡി നേരത്തെ എഴുതിയിട്ടുണ്ട്. കണ്ടോ 6 ലെറ്റർ ഉണ്ട്. പക്ഷെ നമ്മൾ സെറ്റ് എഴുതിയപ്പോ എന്താണ് 4 ലെറ്ററേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ലെറ്റേഴ്സ് നമ്പേഴ്സ് എഴുതേണ്ടത്. അപ്പൊ ഈ മെത്തേഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോ ക്വസ്റ്റ്യൻ റൈറ്റിംഗ് റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് തരുന്നത് ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും തരുന്നത്. സ്റ്റേറ്റ്മെന്റ് തരും നിങ്ങൾ എന്തിലാക്കി എഴുതണം, സെറ്റ്സിലാക്കി എഴുതണം. അത് മനസ്സിലാക്കാനുള്ള മെത്തേഡാണ്. സ്റ്റേറ്റ്മെന്റിൽ തരും റോസ്റ്റർ ഫോം പേര്. അങ്ങനെ നിങ്ങൾക്ക് തെറ്റുവാണെങ്കിൽ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിൽ തരും നിങ്ങൾ എന്തിലാക്കി എഴുതണം, സെറ്റിനകത്താക്കി എഴുതണം. അതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇതേപോലെ തിയറി ആയിട്ട് ഇങ്ങനെ എന്തുവാണ് ഇത് ക്യാരക്ടർ അല്ലെങ്കിൽ എന്തുവാണ് സെറ്റാക്കി എഴുതേണ്ടത് എന്നുള്ളത് ക്യാരക്ടർ അവരിന്റെ പറയും. നമ്മൾ അതിനെന്തുവാണ് സെറ്റിന്റെ പേര് കൊടുത്ത് ഇതിനകത്ത് പേര് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പേര് കൊടുക്കുക, സെറ്റിന്റെ സിമ്പിൾ എഴുതുക, പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ലെറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു സെറ്റ് ഫോം ചെയ്യുക. ഇതാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, write a solution set of equation x square plus x minus 2 equal to 0 in roster form. ഒരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇക്വേഷനെ ഫാക്ടറൈസേഷൻ ചെയ്ത് അതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് 10th പല മെത്തേഡ്സ്. ഫാക്ടറൈസേഷൻസ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേംസ്, അതല്ലെങ്കിൽ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഏത് ഫോം വെച്ചാലും ഇതിന്റെ എന്തുവാണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സിന് കിട്ടുന്ന വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ എന്തിലാക്കണം, റോസ്റ്റർ ഫോം. റോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിനകത്താക്കി എഴുതുക. അപ്പോ എന്തുവാണ് പറയുന്നത്? ഫസ്റ്റ് വൺ, റൈറ്റ് എ സൊല്യൂഷൻ സെറ്റ് ഓഫ് ഇക്വേഷൻ. ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. നമുക്കിതിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്തുവാണ് സ്പ്ലിറ്റിന്റെ മിഡിൽ ടേംസോ അല്ലെങ്കിൽ എന്തുവാണ് നമ്മൾ പഠിച്ചിട്ടില്ല ഏതെങ്കിലും 2 നമ്പേഴ്സ് സെലക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ഇപ്പൊ എന്തുവാണ് ലാസ്റ്റ് കോൺസ്റ്റന്റ് വരണം, ആഡ് ചെയ്യപ്പോ മിഡിൽ ടേംസ് അതായത് എക്സിന്റെ കോഷ്യൻ എന്തുവാണോ അത് വരണം. 2 നമ്പേഴ്സ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യപ്പോ അതായത് ഞാൻ 2 നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. 1 ഉം 2 എന്ന് വയ്ക്കാം. 1 ഉം 2 ഉം മൾട്ടിപ്ലൈ ചെയ്യപ്പോ -2 വരണം. എന്നാൽ ആഡ് ചെയ്യപ്പോ എന്തുവാണ് പ്ലസ് എക്സ് ആണ്, 1x. അതായത് പ്ലസ് എക്സ് മീൻസ് പ്ലസ് 1x ആണ് വരേണ്ടത്. അപ്പൊ എന്തുവാ ഇതിന്റെ ഏതിലോ ഒന്നിന് ഒരു മൈനസ് വേണം. മൈനസ് വേണമെങ്കിൽ ഇതിനുള്ള -1 into 2 ചെയ്ത് കിട്ടിയ -2 മൾട്ടിപ്ലൈ ചെയ്യപ്പോ -1 into 2 -2. ഇനി നെക്സ്റ്റ് വൺ എന്തുവാണ് -1 പ്ലസ് 2 കൂടി ആഡ് ചെയ്തിട്ട് എന്തുവാണ് +1x. ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇത്. നിങ്ങൾക്ക് എന്തുവാണ് ക്വാഡ്രാറ്റിക്കിൽ ചെയ്യാം. എന്നാലും എന്തിനായിരിക്കും കിട്ടുന്നത് ഇത് ആൻസർ ആയിരിക്കും. അപ്പൊ നമ്പേഴ്സ് എടുത്തു. എന്തുവാണ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ -1 2 ഇതിന് ഫാക്ടർ ആക്കി എഴുതി കഴിഞ്ഞാൽ x-1 into x plus 2 equal to 0 എന്ന് എഴുതും. അപ്പൊ x-1 equal to 0, x plus 2 equal to 0. ഇവിടെ x എന്ത് വരും -1, റൈറ്റ് സൈഡിൽ വരുമ്പോ +1. ഇവിടെ x equal to +2, റൈറ്റ് സൈഡിൽ വരുമ്പോ -2. അപ്പോ ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണോ യൂസ് ചെയ്യാം. ഏത് മെത്തേഡ് യൂസ് ചെയ്താലും എക്സിന്റെ എന്തുവാണ് സൊല്യൂഷൻ 1 അല്ലെങ്കിൽ -2 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്തുവാണ് സെറ്റ് ആക്കി എഴുതാം. പറഞ്ഞിട്ടുണ്ട് ആ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടിട്ട് അതിനെ റോസ്റ്റർ ഫോമിലാക്കാം. റോസ്റ്റർ ഫോം ആക്കണമെങ്കിൽ ഒരു പേര് എടുക്കാം. A = സെറ്റ് ഏതൊക്കെയാണ് പറഞ്ഞിട്ട് 1 -2 കണ്ടോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻ സെറ്റ് ഓഫ് ഇക്വേഷൻ കാണണം. ഏതിന്റെ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ആ സൊല്യൂഷൻ ആണ് ഞാൻ കണ്ടുപിടിച്ചത് x = എന്ന് പറഞ്ഞുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം റോസ്റ്റർ ഫോം. ആ റോസ്റ്റർ ഫോം ആക്കപ്പോ എന്ത് ചെയ്യണം ഒരു പേര് കൊടുക്കണം, സെറ്റിനകത്താക്കി എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ സെറ്റ് x such that x is a positive integer and x square less than 40 in roster form എന്നാണ് പറയുന്നത്. x എന്താണ് പോസിറ്റീവ് ഇന്റീജർ ആണ് നമ്മൾ എടുക്കേണ്ടത്, നെഗറ്റീവ് ഇന്റീജർ എടുക്കണ്ട. എന്താണ് ഒരു കണ്ടീഷൻ പറയുന്നത് x square less than 40. അതായത് x ൽ നമ്മൾ എന്ത് വാല്യൂസ് കൊടുത്താലും അതിന്റെ സ്ക്വയർ എടുക്കപ്പോ എന്തിന് താഴെ നിൽക്കാം, 40യുടെ താഴെ. 40 വരത്തില്ല. ഞാൻ x ന് എന്തുവാണ് 1 കൊടുക്കുന്നു എന്ന് വയ്ക്കാം. 1 കൊടുക്കപ്പോ എന്തുവാണ് x സ്ക്വയർ എന്തായാലും 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. x ന് 2 കൊടുക്കാം. x സ്ക്വയർ എന്തായാലും 2 സ്ക്വയർ എന്താണ് 4. x ന് 3 കൊടുക്കുന്നു. x സ്ക്വയർ എന്ന് പറയുമ്പോ 3 സ്ക്വയർ 9. x ന് 4 കൊടുക്കുന്നു. x സ്ക്വയർ 4 സ്ക്വയർ 60. നമുക്ക് 40യുടെ തൊട്ട് താഴെ വരെ പാടുള്ളൂ. x ന് 5 കൊടുക്കുന്നു. x സ്ക്വയർ എന്തായാലും 5 സ്ക്വയർ
25. എക്സിന് 6 കൊടുക്കുന്നു. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 6 സ്ക്വയർ 36. എക്സിന് 7 കൊടുക്കുന്നു. എക്സ് സ്ക്വയർ എന്ത് വരും? 7 സ്ക്വയർ 49 വരും. പക്ഷെ ആ 49 നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ലെസ് ദാൻ 40 ആണ്. അപ്പൊ എന്ത് വരെ കൊടുക്കാൻ പറ്റുള്ളൂ? എക്സിന് 1 2 3 4 5 6 വരെ കൊടുക്കാൻ പറ്റുള്ളൂ. അവർ പറയുന്ന കണ്ടീഷൻ പോസിറ്റീവ് ഇന്റീജർ മാത്രമേ കൊടുക്കാവൂ. പോസിറ്റീവ് ഇന്റീജേഴ്സേ കൊടുത്തിട്ടുള്ളൂ. എന്തുവാണ്? അത് കഴിഞ്ഞ് എക്സ് സ്ക്വയർ എടുക്കപ്പോ ലെസ് ദാൻ 40 ആയിരിക്കണം. അതിന് ഞാൻ എന്തുവാണ്? എക്സിന് 1 കൊടുത്തു. എന്തുവാണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് വരും. എക്സിന് 2 എടുക്കാം. എന്തുവാണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ 4. എക്സിന് 3 കൊടുക്കുന്നു. അതിന്റെ സ്ക്വയർ എടുക്കപ്പോ 9. 4 കൊടുക്കുക. സ്ക്വയർ എടുക്കപ്പോ 60. 5 കൊടുക്കുന്നു. സ്ക്വയർ എടുക്കപ്പോ 25. 6 കൊടുക്കപ്പോ സ്ക്വയർ എടുക്കപ്പോ 36. അപ്പോ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? സെറ്റിനകത്താക്കി എഴുതണമല്ലോ. നമ്മൾ ഏതൊക്കെ വാല്യൂസ് കൊടുക്കപ്പോഴാണ് ലെസ് ദാൻ 40യുടെ താഴെ നിൽക്കുന്നത്. അപ്പോ നമുക്ക് അതിനെ സെറ്റ് ആക്കി കൊടുക്കാം. ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഏതൊക്കെ നമ്പർ കൊടുത്തപ്പോഴാണ് 1 2 3 4 5 6. 3 നമ്പർ കൊടുത്തപ്പോഴാണ് നമുക്ക് എന്താണ് അവർ പറയുന്ന കണ്ടീഷൻ എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. മെയിൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ലിസ്റ്റ് ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ ഫോളോയിങ്. ഇവിടെ റോസ്റ്റർ ഫോം എന്ന് അവർ പറഞ്ഞിട്ടില്ല, വെറും സെറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം എന്തിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെന്ന് നോക്കാം. എന്തുവാണ്? സ്റ്റേറ്റ്മെന്റിലാണ് തന്നിരിക്കുന്നത്. അതിനെ ഏതിലോട്ട് മാറ്റണം? റോസ്റ്റർ ഫോമിലോട്ട് മാറ്റണം എന്നാണ് മീനിങ്. ചിലപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻ അവര് റോസ്റ്റർ ഫോമിന് ഡയറക്റ്റ് ആയിട്ട് തരില്ല. എന്തുവാണ്? ഇതേപോലെ സെറ്റ് തരും. നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യണം. സ്റ്റേറ്റ്മെന്റിൽ തന്നു കഴിഞ്ഞാൽ അത് എന്തിൽ എഴുതാനാണെന്ന്, റോസ്റ്റർ ഫോമിൽ എഴുതാനാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ എക്സ് ദാറ്റ് എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ. എന്തുവാണ്? എക്സ് ദാറ്റ് എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ എന്നാണ് പറയുന്നത്. ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ പേര് കൊടുക്കുന്നു. ഓഡ് നാച്ചുറൽ നമ്പർ അറിയാലോ. ഏതാണ് ഓഡ് നമ്പേഴ്സ്? അതാണെയാണ് ഓഡ് നാച്ചുറൽ നമ്പർ. 1 3 5 7 എക്സെട്ര. ഓക്കെ, എന്താണ്? 1 3 5 7 എക്സെട്ര. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ എ സിക്കൽ 1 3 5 7 എക്സെട്ര. എൻഡിങ് ഇല്ല. അപ്പോ സെറ്റ് ഇടുക എക്സെട്ര ആയിട്ടിട്ട്. അത് സിമ്പിൾ ആണ്. ഓഡ് നാച്ചുറൽ നമ്പറിന് പേര് കൊടുക്കുക, അത് സെറ്റിനകത്ത് എഴുതുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് സെക്കൻഡ് വൺ ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇന്റീജർ. എക്സ് എന്താണെന്നാണ് പറയുന്നത്? ഇന്റീജർ ആണ്. നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ പറഞ്ഞിട്ടില്ല. ഇന്റീജർ. നെഗറ്റീവും വരും, സീറോയും വരും, പോസിറ്റീവും വരും. ഏതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നെഗറ്റീവ് -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഏതിന്റെ ഇടയ്ക്കായിരിക്കും? -1/2നും 9/2നും ഇടയ്ക്ക്. -1/2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ലെസ് ദാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് -1/2 എടുക്കാൻ പറ്റില്ല. -1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 0/2. അടുത്തെന്തുവാണ്? 1/2 2/2 3/2 4/2 5/2 6/2 7/2 8/2 9/2 വരെ ഉണ്ട്. പക്ഷെ ഈക്വൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ പറ്റില്ല. അപ്പൊ നോക്കാം. എക്സ് അറ്റാറ്റ് എക്സ് ഇസ് ആൻ ഇന്റീജർ. ഏതിന്റെ ഇടയ്ക്കാണ്? -1/2നും 9/2നും ഇടയ്ക്ക്. -1/2 എടുക്കാൻ പറ്റില്ല, 9/2 എടുക്കാൻ പറ്റില്ല. ഇൻക്ലൂഡ് അല്ല, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിട്ടില്ല. അപ്പൊ -1 നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 0 ആണ്. 0/2. നെക്സ്റ്റ് എന്താണ്? 0 1/2 2/2 3/2 4/2 5/2 6/2 7/2 8/2 9/2 എടുക്കില്ല, കാരണം ഈക്വൽ ഇല്ലാത്തത്. കാണാത്ത രണ്ട് ക്വസ്റ്റ്യൻ ഉള്ളത്. നെക്സ്റ്റ് സി third one, C equal to set x such that x is an integer x square less than or equal to 4. X square less than or equal to 4 means x square equal to 4 തന്നെയാണ്. ഇങ്ങനെ x equal to √4 plus or minus 2 ആണ് വരുന്നത്. x ന്റെ വാല്യൂ വരുന്നത്
+1 -2. നമ്മുടെ സെറ്റിനകത്തായി +2 -2 ഇതാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. So C is equal to x of that x is an integer, x square less than or equal to 4 means less than or equal to പറഞ്ഞിട്ടുണ്ട്. അപ്പൊ x square equal to 4 എന്ന് നമുക്ക് എടുക്കാം. x എന്തായിരിക്കും √4. √4 എന്ന് പറയുമ്പോൾ +or -2 ആണ്. അപ്പോ നമുക്ക് വരുന്ന നമ്പർ +2 -2. ഇതാണ് സിയുടെ ആൻസർ. നെക്സ്റ്റ് ഡി നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് തന്നെയാണ്. എക്സ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് എന്താണ് ലോയൽ. ഞാൻ പറഞ്ഞു റെപ്പറ്റീഷൻ പാടില്ല. എൽ ഒ ബൈ എ ലാസ്റ്റത്തെ എല്ല് എന്താണ് റെപ്പറ്റീഷൻ ആണ്. അപ്പൊ ആ എല്ല് എഴുതണം. ഓക്കെ. ഫോർത്ത് വൺ കുഴപ്പമില്ല, നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ വരുന്നത് ഫിഫ്ത് വൺ E is equal to x such that x is a month of a year not having 31 days. 31 days ഇല്ലാത്ത മന്ത് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമ്മള് നോക്കുക, ജനുവരിയിൽ എന്തുവാണ് ഒരു മന്ത് നോക്കുക. ജനുവരിയിൽ 31 ഉണ്ട്, ഫെബ്രുവരി ഇല്ല. അപ്പൊ നമുക്ക് എന്തുവാണ് 31 ഇല്ലാത്ത ഇത് എന്ന് പറയുമ്പോ എന്തുവാണ് ഫെബ്രുവരി വരും അല്ലേ. ജനുവരി എടുക്കില്ല, ഫെബ്രുവരി 31 ഡേയ്സ് ഇല്ല. ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് 31 ഉണ്ട്, ഏപ്രിൽ. നെക്സ്റ്റ് ഏപ്രിൽ കഴിഞ്ഞാൽ എന്തുവാണ് മെയ്യില് 31 ഡേയ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, ജനുവരിയില് 31 ഉണ്ട്, ഫെബ്രുവരി ഇല്ല എഴുതി നമ്മള്. അത് കഴിഞ്ഞ് മാർച്ചില് 31 ഡേയ്സ് ഉണ്ട്, ഏപ്രിൽ മെയ്യില് 31 ഡേയ്സ് ഉണ്ട്, ജൂണില് 30 ഉള്ളൂ. നെക്സ്റ്റ് ജൂലൈ 31 ഉണ്ട്, ഓഗസ്റ്റും അടുത്ത 2 മാസം 31 ഉണ്ട്. ജൂലൈ 31 ഉണ്ട്, ഓഗസ്റ്റ് 31 ഉണ്ട്. അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ ആണ് വരുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ നമ്മൾ എഴുതി. ജൂലൈ 31 ഉണ്ട്, ഓഗസ്റ്റ് 31 ഉണ്ട്, സെപ്റ്റംബർ 30 എഴുതി, ഒക്ടോബർ 31 ഉണ്ട്, നവംബർ 30 ഉള്ളൂ, ഡിസംബർ 31 ഉണ്ട്. ശ്രദ്ധിക്കാം, ഏതൊക്കെ മാസമാണ് 31 ഡേയ്സ് നോട്ട് ഹാവിംഗ് 31 ഡേയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 31 ഡേയ്സ് ആണെന്നല്ല, 31 ഡേയ്സ് ഇല്ലാത്തത്. ഇപ്പൊ ഫെബ്രുവരി ഇല്ല, 28 29 ആണ്, അതേ വരുള്ളൂ. ഫെബ്രുവരി അത് കഴിഞ്ഞ് ജനുവരി 31 വരും, അതെടുക്കില്ല. ഫെബ്രുവരി എന്തുവാണ് 31 വരില്ല, അതെടുക്കും. ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് 31 വരും, ഏപ്രിൽ 31 വരില്ല, മെയ് 31 വരും, ജൂൺ 31 വരില്ല, ജൂലൈ 31, ഓഗസ്റ്റും അടുത്തടുത്ത 2 മാസം 31 ഉണ്ട്, സെപ്റ്റംബർ 30 ഉള്ളൂ, ഒക്ടോബർ 31, നവംബർ 30 ഉള്ളൂ, ഡിസംബർ 31 ഡേയ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും മാസങ്ങളില് എന്റെ ഉള്ളൂ 31 ഡേയ്സ് ഇല്ലാത്ത മന്ത് ഉള്ളൂ. നെക്സ്റ്റ് എഫ് എന്ന് പറയുന്നത് എക്സ് കൺസോണന്റ് എന്ന് പറയുന്നത് എന്തുവാണ്? വവൽസ് അല്ലാത്ത എല്ലാ ലെറ്റേഴ്സ് എന്താണ് കൺസോണന്റ് ആണ്. വവൽസ് എ ഇ ഐ ഒ യു അതുപോലെ എല്ലാ ലെറ്റേഴ്സ് എന്താണ് കൺസോണന്റ് ആണ്. ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് പ്രസീഡ്സ് കെ, അതായത് കെയുടെ മുന്നേ നമ്മുടെ ABC എഴുതുമ്പോ കെയുടെ തൊട്ട് മുന്നേ വരെ ഉള്ള ലെറ്റേഴ്സില് കൺസോണന്റ് മാത്രം എഴുതാനാണ് പറയുന്നത്. നമ്മുടെ കെയുടെ മുന്നേ എന്ന് പറയുമ്പോ നമ്മൾ എന്താണ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ. കെ എടുക്കില്ല, കെയുടെ മുന്നേ വരെ. അതിന് കൺസോണന്റ് മാത്രമാണ്. നമുക്കറിയാം കെ എന്ന് പറയുന്ന വവൽസ് ആണ്, ഇ വവൽസ് ആണ്, ഐ വവൽസ് ആണ്. ബാക്കി വരുന്നത് എല്ലാം ആണ് എന്തെന്ന് പറയുന്നത് കെക്ക് മുന്നേ ഉള്ള കൺസോണന്റ് എന്ന് പറയുന്നത്. സെറ്റ് ബി സി ഡി എഫ് ജി എച്ച്. അപ്പൊ അത് ശ്രദ്ധിക്കുക. എക്സ് ഇസ് എ കൺസോണന്റ് എന്ന് പറയുന്നത് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് പ്രസീഡ്സ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എന്ന് ലെറ്ററിന് മുന്നേ വരെ വരുന്ന എന്തുവാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ കൺസോണന്റ് സൗണ്ട് മാത്രം എടുക്കുക. അതില് കെക്ക് മുന്നേ വരെ ഉള്ള ലെറ്റേഴ്സ് നമ്മൾ എഴുതി വെക്കുക. അതില് വവൽസ് പോയിട്ട് ഏതൊക്കെ ഉണ്ടോ അതാണ് കൺസോണന്റ്. അപ്പൊ ബി സി ഡി
എഫ് ജി എച്ച് ഇതാണ് ആ സെറ്റായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് ഈ ഒരു റോസ്റ്റഡ് ഫോമിന് വെറൈറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് നമുക്ക് വരാനുള്ളൂ. അപ്പൊ മാക്സിമം ഉള്ള റോസ്റ്റഡ് ഫോമിന്റെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ഫോം സെറ്റ് ഫോമിന്റെ പ്രോബ്ലത്തിലോട്ടും അതെന്താണെന്നുള്ളത് ആദ്യം പഠിച്ചിട്ട് അതിന്റെ പ്രോബ്ലത്തിലോട്ടും നമുക്ക് പോകാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആ സെക്ഷൻ എടുക്കാം.